കണ്ടോ? അപ്പോൾ ഇത്രയുമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ രീതിയിൽ വന്നതിന് ശേഷം സാറ്റൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ രീതിയിൽ സാറ്റൻ സ്റ്റിച്ച് കൊടുത്ത ശേഷം പിന്നെ വലുതാക്കി കൊടുത്ത് ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റിൽ കുറച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, താഴേക്ക് കൊണ്ടുവന്ന് താഴേക്ക് സാധാ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ അതിൻ്റെ സ്പേസ് ചെറിയ രീതിയിൽ സാറ്റൻ സ്റ്റിച്ച് കൊടുത്ത ശേഷം വീണ്ടും ഇത്തിരി വീതി കൂട്ടി നമ്മൾ ഇതേ ഷേപ്പിനെ എന്ത് ചെയ്യുന്നു കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. സാധാ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അതായത് ഇപ്പോൾ ഔട്ട്ലൈൻ അനുസരിച്ചാണ് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മളിങ്ങനെ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സ്റ്റിച്ചാണ് വേണ്ടത്. നമ്മൾ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഫുള്ളാക്കി അതായത് കവർ ചെയ്തെടുക്കുന്നു. അത് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അല്ലോ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് കവർ ചെയ്തെടുക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഷേപ്പ് അടിസ്ഥാനത്തിലും കൊടുക്കാം, അതല്ല എനിക്ക് ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. റണ്ണിങ് സ്റ്റിച്ച് കണ്ടോ, ഇങ്ങനെ സ്പീഡിൽ കൊണ്ടുപോയാൽ മതി. നമ്മൾ ഈ നീക്കുന്നത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താവും, ഇത് കറക്റ്റാവും. അതായത് നമ്മുടെ ഫ്രെയിമും നമ്മളിതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് നീക്കി വരുമ്പോഴത്തേക്ക് നമ്മളെന്താവും, ഇത് ചെയ്യുന്നത് കറക്റ്റായി വരും. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. ആദ്യമായിട്ട് നൂല് പൊട്ടലെല്ലാം കാണും. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതൊക്കെയാണ്, ഡിസൈൻസാണ് ഇതൊക്കെ. ഈസി ആയിട്ട് തന്നെ ഞാൻ ഒരെണ്ണം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം നേരത്തേക്ക് ചെയ്തതുപോലെ തന്നെ ആ താഴ്ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വീതി കൂട്ടി, ചെറുതായിട്ട് വീതി കൂട്ടിയിട്ട് ദാ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് വീതി കൂട്ടി ആ ഷേപ്പിനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഒരേ കളർ തന്നെ ഇട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ അത്ര എടുപ്പ് കാണില്ല. വീണ്ടും അതുപോലെ തന്നെ ചെറിയ സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ച് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ വീതി കൂട്ടി സാറ്റൻ സ്റ്റിച്ച് അതേ ഷേപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും ഇവിടെ എത്തുമ്പോൾ സാറ്റൻ സ്റ്റിച്ച് പോയിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് താഴോട്ട്. വീണ്ടും മുകളിൽ നിന്ന് അതൊരു കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് വന്നിട്ട് ഇതുപോലെ വീതി കൂട്ടി ഒരിടത്തും
അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സാറ്റൻ സ്റ്റിച്ച് ഇതുപോലെ വീതി കൂട്ടി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്ത് ഒരു സൈഡ് എത്തുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു ആ ഷേപ്പിന് വന്നോളും. വീണ്ടും താഴേക്ക് വീണ്ടും സാറ്റൻ സ്റ്റിച്ച് തന്നെയാണ്, അങ്ങനെ കൊടുത്ത് തന്നെയാണ് ഫുള്ളായിട്ട് ലീഫും അതിൻ്റെ പെറ്റലും എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ആ സൈഡിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് ഔട്ട്ലൈൻ പോലെ കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൽ വല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്ത സ്ഥലങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ പറയുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.